ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് തന്നെയാണ് സ്വാഗതം. DNA എന്ന് പറഞ്ഞിടത്തിന് യുബാര സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ള അറിയിച്ചു. പിന്നെ അടുത്തതിൻ്റെ 2 days to go പോസ്റ്റർ വന്നു. പിന്നെ മാർഗം എന്ന് പറഞ്ഞിടത്തിന് യുബാര സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ 8% എന്ന് പറഞ്ഞിടത്തിന്റെ 2 days to go പോസ്റ്റർ വന്നു. പിന്നെ മാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള വടിവേലും ഫഹദ് ഫാസിലും മെയിൻ കഥാപാത്രമായിരുന്നോളം ജൂലൈ 25 റിലീസ് ആവുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ അത് കേരളത്തിൽ എത്തിക്കുക E4 എന്റർടൈൻമെന്റ്സ് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പിന്നെ കണ്ണപ്പ എന്ന് പറഞ്ഞിടത്തിന്റെ 9 days to go പോസ്റ്റർ വന്നു. പിന്നെ ചെന്നൈ സിറ്റി ഗാങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞിടത്തിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ അടുത്തതിന്റെ 2 days to go പോസ്റ്റർ വന്നു. അപ്പോൾ അതിലത്തെ അതുല്യയുടെ പേര് ജെന്നി എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ കുമാരി 21F എന്ന് പറഞ്ഞിട്ടുള്ള റിലീസ് ചെയ്യാൻ പോവാണ് ജൂലൈ 10. അപ്പോൾ അതിന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ വന്നു. പിന്നെ ആലപ്പുഴ ചുമക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള തെലുങ്കിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. OTT റിലീസ് എന്തായാലും OTT റിലീസ് ജൂൺ 20 എന്നുള്ള അറിയിച്ചു. പിന്നെ കേരള ക്രൈം ഫയൽസ് സീസൺ 2 എന്നുവെച്ചാൽ സീരീസിന്റെ സീസൺ 2 വരാൻ പോവാണ്. അപ്പോൾ അതിന്റെ 2 days to go പോസ്റ്റർ വന്നു. പിന്നെ ലവ് മാരേജ് എന്ന് പറഞ്ഞിടത്തിന്റെ ട്രെയിലർ ഇന്ന് 5 മണിക്ക് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മിത്ര മണ്ഡാലി എന്ന് പറഞ്ഞിടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ ആയിട്ടുള്ള കട്ടൻ ടുക്കോ ജാനകി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ജൂൺ 21 പുറത്തിറങ്ങുന്നത് അറിയിച്ചു. ടൈം അറിയിച്ചിട്ടില്ല. പിന്നെ റോന്ത് എന്ന് പറഞ്ഞിടത്തിന്റെ കാനഡയിലത്തെ തിയേറ്ററിസ്റ്റും UK തിയേറ്ററിസ്റ്റും വന്നിട്ടുണ്ട്. ഈ 2 സ്ഥലത്ത് ജൂൺ 20 പടം റിലീസ് ആവുന്നു. പിന്നെ US തിയേറ്ററിസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ദുരന്തം എന്ന് പറഞ്ഞിട്ടൊരു പടം പുറത്തിറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന്റെ 75% ഷൂട്ട് കംപ്ലീറ്റ് ആയതാണ്. രൺവീർ സിംഗ് ആണ് പടത്തിൽ മെയിൻ കഥാപാത്രം എത്തുന്നത്. അതിന്റെ കൂടെ തന്നെ സഞ്ജയ് ദത്ത് ഉണ്ട്, മാധവൻ ഉണ്ട്. എന്തായാലും ഈ പടത്തിന്റെ ടീസർ ജൂലൈ 6 പുറത്തിറങ്ങുന്നതാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ രൺവീർ സിംഗിന്റെ ബർത്ത്ഡേക്ക്. പിന്നെ സിത്താര ജമീൻ പർ എന്ന് പറഞ്ഞിട്ട് പടം പുറത്തിറങ്ങാൻ പോകുന്നുണ്ട് അമീർ ഖാന്റെ. അപ്പോൾ ആ പടത്തിന്റെ സെറ്റിലേക്ക് ഷാരൂഖ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുമാതിരി ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. എന്തായാലും വീഡിയോ നല്ല രസമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ കുബേര എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷിന്റെ പടം പുറത്തിറങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിലത്തെ 4th സിംഗിൾ ആയിട്ടുള്ള നാ കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ 2 days to go പോസ്റ്റർ വന്നു. ഈ പോസ്റ്റർ ഗംഭീരം എന്ന് വെച്ചാൽ കീഴിലും പോസ്റ്ററായിട്ട് എനിക്ക് തോന്നി. എന്തായാലും ഈ പടത്തിന്റെ റൺ ടൈമായി പറഞ്ഞു കൊടുക്കുന്നത് 151 മിനിറ്റ് ആണ്. എന്ന് വെച്ചാൽ 3 മണിക്കൂർ 1 മിനിറ്റ് എന്നുള്ള രീതിയിൽ. പിന്നെ പടത്തിന്റെ കേരളത്തിൽ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ US പ്രീമിയർ ഇന്നാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ പ്രീമിയറിന്റെ പ്രീസെയിൽസ് മാത്രം 150K+ ആയിട്ടുണ്ട് എന്നുള്ള അറിയിച്ചു. പിന്നെ US തമിഴ് വെർഷന്റെ തിയേറ്ററിസ്റ്റ് വന്നു. അതുമാതിരി തിയേറ്ററിസ്റ്റ് 2 വന്നിട്ടുണ്ട്. 2 സ്ക്രീനിൽ അടിക്കാം. പിന്നെ പ്രഭാസിന്റെ രാജാസബ് എന്ന പടത്തിന്റെ ടീസർ പുറത്തിറങ്ങിയിരുന്നു. 59 million+ വ്യൂസ് ഒക്കെ കഴിഞ്ഞ ആരും പറഞ്ഞാണ് 24 മണിക്കൂറിനുള്ളിൽ. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ടീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. മുന്നേ കണ്ടിട്ടുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ പോലും. പക്ഷേ ചില കാലത്ത് പാളിയിട്ടുണ്ട്, ചില കാലത്ത് സെറ്റായിട്ടുണ്ട്. അതിന് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. എന്തായാലും ഇതിന്റെ സെറ്റ് വർക്കിന്റെ അല്ലെങ്കിൽ സെറ്റ് ഇട്ടതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആസിഫലിന്റെ ടിക്കറ്റ് ആക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ഷൂട്ടിംഗ് ഇനിയും 60 ദിവസത്തിലും കൂടുതൽ പെൻഡിങ് ഉണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അതിന് കോഴിക്കോട്, കൊച്ചി, പാലക്കാട്, തമിഴ്നാട് ഈ ഭാഗത്തൊക്കെ വെച്ചിട്ടായിരിക്കും ഷൂട്ട് ഉണ്ടാവുക എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്തായാലും ക്രിസ്മസിനായിരിക്കും പടം റിലീസ് ആവുക എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ സൂര്യ 45 എന്ന് പറഞ്ഞതിന്റെ ടൈറ്റിൽ അതിന്റെ അനൗൺസ്മെന്റ് ജൂൺ 20 പുറത്തിറങ്ങുന്നുള്ള കേൾക്കുന്നുണ്ട്. എനിക്കറിയുന്ന അതിന്റെ ഒരു അപ്ഡേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ദിലീപിന്റെ ബബ്ബ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രണവ് മോഹൻലാലിനെ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദിലീപിലേക്ക് ആവുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൽ തന്നെ കുറെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് അവർ. അങ്ങനെയാണ് പടം വലിയ പടമായി മാറിയെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ രജനീകാന്തിന്റെ ലോകശനരാജ് എടുത്ത പടമാണ് കൂലി എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഈ പടത്തിന്റെ ഓവർസീസ് റൈറ്റ്സ് 80 കോടി 81 കോടിക്ക് വിറ്റുപോയി എന്നുള്ള രീതിയിൽ കുറെ സ്ഥലത്ത് കേൾക്കുന്നുണ്ട്. പക്ഷെ 68 കോടിക്കാണ് വിറ്റുപോയിട്ടുള്ളത് എന്നുള്ളതാണ് ലാസ്റ്റ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ കറക്റ്റായിട്ട് വേറെ ഏതെങ്കിലും വാല്യൂ വരികയാണെങ്കിൽ പറയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും 68 കോടിക്കാണ് വിറ്റുപോയിട്ടുള്ളത് എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വലിയ തോക്ക് തന്നെയാണ്. ഏറ്റവും കൂടുതൽ വലിയ തോക്ക് ഓവർസീസ് റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത് ജനനായകൻ എന്ന് പറഞ്ഞിടത്തിന്റെ 75-77 കോടിക്കാണ്. എന്തായാലും ഈ കൂലി എന്ന് പറഞ്ഞിടത്തിന്റെ കേരളത്തിലത്തെ റൈറ്റ്സ് എടുക്കാൻ ചോദിക്കുന്ന എമൗണ്ട് വലിയ എമൗണ്ടാണെന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ 16 കോടിയുടെ മുകളിലേക്കാണെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ലിയോ എന്ന് പറഞ്ഞിടത്തിന്റെയും ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിടത്തിന്റെയും കേരളത്തിലത്തെ റൈറ്റ്സ് എടുത്തതിനായിട്ടും മുകളിലേക്കാണ് എമൗണ്ട് ചോദിക്കുന്നത് രീതിയിൽ കേൾക്കുന്നത്. അത് കിട്ടില്ല എന്നുള്ളതൊന്നും അറിയില്ല, എന്തായാലും കണ്ടറിയാം. പിന്നെ അമൽനീരത് അടുത്തായിട്ട് എടുക്കാൻ പോകണ അവിടെ മോഹൻലാലിനെ വെച്ചിട്ടാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ പടത്തിൽ ആസിഫ് അലി അതേമാതിരി സൗബിൻ ഷാറൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും അടുത്തായിട്ട് തന്നെ ആയിരിക്കും വരിക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും കണ്ടോക്കാം. അപ്പോൾ അതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉള്ളിലേക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.